ഞങ്ങളെ എല്ലാ വ്യൂവേഴ്സിനും കൂട്ടുകാർക്കും വിസ്ഡം വിഷൻ്റെ ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ. ഈ ഒരു പാഠഭാഗം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ഇതിനെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ കൂടുതലായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില തിയറികളും അതിൻ്റെ 1-2 ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ബലത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ കാന്തിക ബലത്തെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കാന്തികത്വം, എന്താണ് കാന്തം, ഇതിനെപ്പറ്റി അടിസ്ഥാന കുറച്ച് വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് കാന്തികത്വം അല്ലെങ്കിൽ മാഗ്നറ്റിസം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണ്: ഇരുമ്പ് പോലുള്ള ചില പദാർത്ഥങ്ങൾക്ക് മറ്റു പല പദാർത്ഥങ്ങളെ ആകർഷിക്കാനും വികർഷിക്കാനുമുള്ള ഒരു കഴിവ്, അതിനാണ് നമ്മൾ മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പദാർത്ഥങ്ങളുള്ള ഇലക്ട്രോണുകളുടെയും ചാർജുള്ള കണങ്ങളുടെയും സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഈ പദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിസം കാണിക്കുന്ന പദാർത്ഥങ്ങളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തം അഥവാ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഈ മാഗ്നറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ്, അതായത് സ്ഥിര കാന്തങ്ങൾ; 2 ടെമ്പററി മാഗ്നറ്റ്, അതായത് താൽക്കാലിക കാന്തങ്ങൾ എന്ന് വിളിക്കുക. അപ്പം എന്താണ് പെർമനന്റ് മാഗ്നറ്റ്? നമുക്ക് ആദ്യം നോക്കാം. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന പ്രത്യേകത ഇതാണ്: ആ ഇത്രയും കാന്തങ്ങളുടെ കാന്തികത്വം ഏറെക്കുറെ സ്ഥിരമായിട്ട് തന്നെ നിൽക്കും. മാത്രമല്ല അവയുടെ ധ്രുവങ്ങൾ തമ്മിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. കാന്തികത്തിൻ്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ ഏറെക്കുറെ എല്ലാ കാലത്തോടും സെയിം തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാന്തങ്ങളാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പെർമനന്റ് മാഗ്നറ്റിനെ വേണമെങ്കിൽ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. നാച്ചുറൽ മാഗ്നറ്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ട്. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ. അത് ആക്ച്വലി ഈ നാച്ചുറൽ മാഗ്നറ്റിസത്തിന് ഒരു ഉദാഹരണമാണ്, നാച്ചുറൽ മാഗ്നറ്റിന് ഒരു ഉദാഹരണമാണ്. അതായത് പ്രകൃതി നിന്ന് കിട്ടുന്ന ഇരുമ്പിൻ്റെ ഒരു അയിരാണ് ഈ പറയുന്ന മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ലീഡ് സ്റ്റോൺ എന്ന് വിളിക്കാറുണ്ട്, അതിനെ ലോഡ് സ്റ്റോൺ എന്നും വിളിക്കാറുണ്ട്. Fe3O4 എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. ഭൂമിയിൽ ചില സ്ഥലങ്ങളിലാണ് ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് കാന്തം ഉണ്ടാക്കാം. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഓക്കെ, ഇതിന് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു കാന്തിക സ്വഭാവമുണ്ട്. ഓക്കെ, പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ കാന്തികത്വം അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന കാന്തത്തിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് പിന്നീട് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ റിസർച്ചിലൂടെ കാന്തം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതിനുവേണ്ടി ആദ്യം ഒരു മെറ്റീരിയൽ തന്നെ ഒരു രൂപകരണം ചെയ്തു. ആ മെറ്റീരിയലാണ് അൽ നിക്കോ. അൽ നിക്കോ എന്നുള്ള പേര് നമ്മൾ പീരിയോഡ് ടേബിൾ കണ്ടാലും കാണുന്നില്ല, കാരണം അതൊരു അലോയ് ആണ്. ആ പേരിൽ തന്നെ ആ മെറ്റീരിയലിലുള്ള മറ്റുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ നിക്കോ: അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. പിന്നെ ഒരു 6% അതിലോ താഴെയോ കോപ്പർ ഉണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള അത്രയും ശതമാനം ഇരുമ്പും അതിലടങ്ങിയിരിക്കും. ഇതുകൊണ്ടുണ്ട് പിന്നീട് കാന്തങ്ങൾ ഉണ്ടാക്കി അതൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായത്തോടു കൂടി പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത്രയും മാഗ്നറ്റുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ കിട്ടുന്ന പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പെർമനന്റ് മാഗ്നറ്റിനെ പറ്റിയുള്ള ആധികാരികമായ രേഖകൾ. ഇനി നമുക്കറിയാം, ഒരു മാഗ്നറ്റ് എടുക്കുമ്പോൾ അതിന് 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സൗത്ത് ധ്രുവം ഉണ്ടായിരിക്കും, ഒരു നോർത്ത് ധ്രുവം ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു കാന്തത്തിൻ്റെ സൗത്ത് ധ്രുവം നോർത്തും തിരിച്ചറിയാൻ പറ്റുക? തിരിച്ചറിവ് വഴിയുണ്ട്. നമ്മളൊരു കാന്തം എടുത്തു, അതിൻ്റെ ഏതെങ്കിലും ഒരു ധ്രുവത്തിനടുത്തേക്ക് നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവരാം. ആ മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൗത്ത് ധ്രുവമാണ് കാണിക്കുന്നെങ്കിൽ അപ്പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് ധ്രുവമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ മറ്റൊരു ധ്രുവത്തിലേക്ക് മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവരും, മാഗ്നറ്റിക് നീഡിൽ നോർത്താണ് കാണിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ മാഗ്നറ്റിൻ്റെ സൗത്ത് ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ മാഗ്നറ്റിൻ്റെ സൗത്തും മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്തും തമ്മിൽ ചേർന്നത്? അതുപോലെ മാഗ്നറ്റിൻ്റെ സൗത്തും മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്തും തമ്മിൽ ചേർന്നത്? അതിന് ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിസിന് കോമൺ ആയിട്ട് ഒരു പ്രത്യേകതയുണ്ട്. ഒരു മാഗ്നറ്റുകളുടെ സജാതീയ ധ്രുവങ്ങൾ, അതായത് നോർത്തും സൗത്തും തമ്മിൽ എപ്പോഴും വികർഷിക്കും.
അതുപോലെ വിജാതീയ ധ്രുവങ്ങൾ നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും തമ്മിൽ എപ്പോഴും ആകർഷിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു മാഗ്നറ്റ് നീഡിൽ ഉപയോഗിച്ച് ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോളും നോർത്ത് പോളും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് മാഗ്നീഡിൽ? മാഗ്നീഡിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് സാധാരണ ഒരു സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ആണിയാണ്. അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളൊരു മാഗ്നീഡിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നീഡിലിന്റെ നോർത്ത് പോള് ഭൂമിയുടെ നോർത്തിലേക്കും സൗത്ത് പോള് ഭൂമിയുടെ സൗത്തിലേക്കും തിരിഞ്ഞിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് നമ്മളൊരു മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ സൗത്ത് പോള് ഭൂമിയുടെ തെക്കോട്ടും നോർത്ത് പോള് ഭൂമിയുടെ വടക്കോട്ടും നോക്കുന്നു. അതേ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിനെ പറ്റിയുള്ള ആധികാരിക രേഖകൾ. ഇനി എൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിൻ്റെ ഇത് സൗത്ത് പോളും ഇത് നോർത്ത് പോളാണെന്ന് നമ്മൾ വിചാരിക്കണം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ വെട്ടിമുറിച്ചു. ഇത് രണ്ടും തമ്മിൽ വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നോർത്ത് പോൾ മാത്രമാണോ ഉണ്ടാവുക? അല്ല. ഇത് രണ്ടും തമ്മിൽ വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും? സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിന് സൗത്ത് പോൾ മാത്രമല്ല ഉണ്ടായിരിക്കുക, ഈ ഒരു സൗത്ത് പോളിനോടൊപ്പം തന്നെ അതിനെ അനുബന്ധിച്ച് ഈ ഭാഗത്ത് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഈ ഉണ്ടായ ഈ രണ്ട് ചെറിയ മാഗ്നറ്റിനും ആദ്യത്തെ ഈ വലിയ മാഗ്നറ്റിൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. അത്രേ അതിനൊരു വ്യത്യാസം ഉള്ളൂ. ഇനി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധതരം മാഗ്നറ്റുകളാണ് നിങ്ങളുടെ ഇവിടെ ചിത്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അതിൽ ബാർ മാഗ്നറ്റ് ഉണ്ട്, സർക്കുലർ മാഗ്നറ്റ് ഉണ്ട്, റിംഗ് മാഗ്നറ്റ് ഉണ്ട്. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് മാഗ്നറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഹോർസ് ഷൂ മാഗ്നറ്റ് ഉണ്ട്, യു ഷേപ്പ്ഡ് മാഗ്നറ്റ് ഉണ്ട്. ഇത്രയും മാഗ്നറ്റുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരു പെർമനന്റ് മാഗ്നറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പ്രത്യേകതയുള്ള അതിൻ്റെ മാഗ്നറ്റിസം പെർമനൻ്റ് ആണ്, സ്ട്രെങ്ത്തും പെർമനൻ്റ് ആണ്, അതിൻ്റെ ധ്രുവതയും പെർമനൻ്റ് ആണ്. അപ്പോൾ എന്താണ് ടെമ്പററി മാഗ്നറ്റ്? ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സഹായം കൊണ്ടോ ഒരു വസ്തു മാഗ്നറ്റിസം പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ അത് ടെമ്പററി മാഗ്നറ്റ് ആണ്. ഇനി നമ്മൾ ആ വസ്തുവിൽ നിന്നും ആ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, മാഗ്നറ്റിസം നഷ്ടപ്പെടും. നമുക്ക് അങ്ങനെയുള്ള ടെമ്പററി മാഗ്നറ്റിലെ ഒന്നുകിൽ മാഗ്നറ്റിസം വഴി നമുക്ക് ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വഴി നമുക്ക് ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ മാഗ്നറ്റിസം വഴി എങ്ങനെ ഒരു ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ളൊരു മാഗ്നറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ മാഗ്നറ്റിലേക്ക് ഞാനൊരു വലിയൊരു ആണി തമ്മിൽ വെച്ചു. ഇപ്പോൾ ഈ ആണി ഈ മാഗ്നറ്റിലൊട്ടി. ഈ മാഗ്നറ്റോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ആണി എന്തായിട്ട് പ്രവർത്തിക്കുക? ഒരു മാഗ്നറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ആണി കൊണ്ടുവന്ന് ഇതിൻ്റെ തുമ്പത്ത് വെപ്പിച്ചു. ഓക്കെ, ഞാൻ കുറേ ആട്ടിയുണ്ടെങ്കിലും ഇത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ചെറിയ ആണി ഇളകുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഈ കാന്തം എടുത്ത് മാറ്റാം. ഈ കാന്തം എടുത്ത് മാറ്റിയപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഈ ആണി ഇളകാൻ തുടങ്ങി. ഇനി ഞാൻ ഒന്നും കൂടി ശക്തിയിൽ ഇളക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആണി വിട്ടുപോകും. എന്തുകൊണ്ടാണ് ആണി വിട്ടുപോയേ? കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ ഒറിജിനൽ മാഗ്നറ്റ് ഈ ആണിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ ഈ ആണിയുടെ മാഗ്നറ്റിസം പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമുക്ക് ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കാം. ഇത് മാഗ്നറ്റിസം വഴി മാഗ്നറ്റ് ആവുന്ന ടെമ്പററി മാഗ്നറ്റ്. ഇതേപോലെ തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് വൈദ്യുത മാഗ്നറ്റുകൾ. അതായത് ഇലക്ട്രിസിറ്റി ഈ പറഞ്ഞ പോലുള്ള ചാലങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ചാലങ്ങൾക്കൊക്കെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇനി ആ ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അത് വെറും ഒരു ചാലകമായിട്ടിരിക്കും. അതിലൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിലൊരു വൈദ്യുതി കടന്നു പോവുകയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് മെറ്റീരിയലുകൾക്ക് ടെമ്പററി മാഗ്നറ്റിസം കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നതിനാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റിസം, സ്വഭാവം കാണിക്കുന്ന വസ്തുക്കളെ ടെമ്പററി മാഗ്നറ്റ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിൽ ക്രിസ്ത്യൻ ഈസ്റ്റേർട്ടിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ പാഠഭാഗം തുടങ്ങുന്നത്. ക്രിസ്ത്യൻ ഹാൻസ് ഈസ്റ്റേർട്ട് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലാബിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയായിരുന്നു. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ആ കണ്ടക്ടറിനടുത്ത് ഒരു മാഗ്നറ്റിൽ ഡിഫ്ലക്റ്റ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വിട്ടു.
അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ മാഗ്നറ്റ് നീഡിലെ വിഭ്രംശിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ മാത്രമേ മാഗ്നറ്റ് നീഡിൽ എന്ന് പറഞ്ഞ വസ്തു എപ്പോഴും ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സർക്യൂട്ടിലൂടെ വൈദ്യുതി പോയപ്പോൾ അപ്പുറത്ത് മാഗ്നറ്റ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ആ സർക്യൂട്ടിലൂടെ പോയ വൈദ്യുതി അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. ആൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറ്റി. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ആ ബാറ്ററി അദ്ദേഹം തിരിച്ചു വെച്ചു. അപ്പോൾ നേരത്തെ പോയ ഡയറക്ഷനിൽ നിന്നും റിവേഴ്സ് ഡയറക്ഷനിൽ വൈദ്യുതി സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം മാഗ്നറ്റ് നീഡിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം മനസ്സിലായി. നേരത്തെ ഡിഫ്ലക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ മാഗ്നറ്റ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആളെ ശ്രദ്ധയിൽ വിട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലായി. ഒരു വൈദ്യുത ചാലകത്തിൽ കൂടെയുള്ള വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെയും ഡയറക്ഷനും മാറും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 34 കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. മാത്രമല്ല പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ 4 റിസൾട്ട് ഉണ്ട്, 4 കണ്ടീഷനുണ്ട്. ഈ 4 കണ്ടീഷനും റിസൾട്ടുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷകൾക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ പല കുട്ടികൾക്ക് സംശയമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം അതിൻ്റെ സംശയം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ 2 റൂൾ ഇവിടെ പഠിക്കുകയാണ്. ആ റൂളാണ് ഒന്നാമത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. അതോടൊപ്പം തന്നെ പഠിക്കുന്നതാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലം പിരി സ്ക്രൂ നിയമം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് നമുക്ക് ആദ്യമേ നോക്കാം. ഓക്കെ, തമ്പ് റൂൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വലത് കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കണ്ടക്ടറിലുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡയറക്ഷൻ എൻ്റെ തമ്പാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ തമ്പ് മുകളിലോട്ടാണ് നിൽക്കണമെങ്കിൽ വൈദ്യുത പ്രവാഹം എവിടേക്കായിരിക്കും? ഈ ചാലകത്തിൽ മുകളിലോട്ടാണ് പോകണം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കയ്യിലെ ഹാൻഡിലെ ബാക്കിയുള്ള വിരലുകളുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിനാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ക്യാമറയ്ക്ക് നേരെ എൻ്റെ വിരലുകൾ കാണിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള വിരലുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ മുകളിലോട്ട് ചാലകത്തിലൂടെ മുകളിലോട്ട് വൈദ്യുതി പോകുമ്പോൾ ഇതിന് ചുറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡുകൾ. ഈ എൻ്റെ വിരൽ പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇനി ഇത് ഒന്നും കൂടി സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു റൂളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വലം പിരി സ്ക്രൂ നിയമം. അതെന്താണ് നമുക്ക് നോക്കാം. വലം പിരി സ്ക്രൂ നിയമം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കൂടി വലിയൊരു സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വലം പിരി സ്ക്രൂ നിയമം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ക്രൂ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും, അതായത് സ്ക്രൂവിന് ഉണ്ടാകുന്ന ലീനിയർ ഡയറക്ഷനിലായിരിക്കും വൈദ്യുതി ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ ഡയറക്ഷൻ. ഈ സ്ക്രൂ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ ഡയറക്ഷൻ, അതായത് എൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ക്രൂ തിരിയുന്ന ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സ്ക്രൂ തിരിയുന്ന ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ നിങ്ങൾക്ക് നേരെ ഞാൻ ഇങ്ങനെ തറച്ച് കയറ്റാണ്, തിരിച്ച് ഇങ്ങനെ കയറ്റാണ്. ഓക്കെ, അപ്പോൾ സ്ക്രൂവിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങോട്ടാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സ്ക്രൂ നിങ്ങൾക്ക് നേരെ നീങ്ങി വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സ്ക്രൂ ഒപ്പം തിരിയുന്നുണ്ട്. തിരിയുന്ന ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അത് തിരിയുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുന്നുണ്ട്, നിങ്ങൾക്ക് നേർക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണല്ലോ ഒരു വലം പിരി സ്ക്രൂ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും പറയുന്നത്. അതായത് ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം എന്ന് പറയുന്നതിൻ്റെ ബന്ധം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്ക്രൂ മുകളിലോട്ടാണ് ചലിക്കുന്നതെങ്കിൽ കാന്തിക മണ്ഡലം മുകളിൽ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കാന്തിക മണ്ഡലവും അതുപോലെ തന്നെ വൈദ്യുതിയും തമ്മിലുള്ള ഡയറക്ഷനും തമ്മിൽ സൂചിപ്പിക്കുന്ന 2 നിയമങ്ങൾ. ഇനി ഈ നിയമങ്ങൾ വച്ചിട്ടാണ് നമുക്കിനി നമ്മുടെ ആദ്യത്തെ ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഈ സ്കെച്ച് നിങ്ങൾക്ക് കാണാം. ഈ സ്കെച്ച്
ഈ പറയുന്ന കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സ്കെച്ചാകുന്ന കണ്ടക്ടറിലൂടെ വൈദ്യുതി മൂവ് ചെയ്യുന്നത് സ്കെച്ചിൻ്റെ പുറകിൽ നിന്നും മുമ്പോട്ടാണ്. അതായത് ഈ സ്കെച്ചാകുന്ന കണ്ടക്ടറിൽ വൈദ്യുതി പോകുന്നത് സ്കെച്ചിൻ്റെ പുറകിൽ നിന്നും ഈ ടോപ്പിൻ്റെ സൈഡിലേക്കാണ്. അതായത് ഈ ഡയറക്ഷനിലേക്കാണ്. എൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡിലേക്കാണ് ഇപ്പോൾ വൈദ്യുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നേരെ ഞാൻ ഈ സ്കെച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പിടുത്തം കിട്ടി. ഇനി ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിന് ആദ്യം നമുക്ക് കുറച്ച് ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പം ഞാനിവിടെ അസംഷനായിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗം സൗത്തായിട്ടും നിങ്ങളിരിക്കുന്ന ഭാഗം നോർത്തായിട്ടും മനസ്സിൽ വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഞാൻ നിൽക്കുന്ന ഭാഗം സൗത്തായിട്ടും നിങ്ങൾ നിൽക്കുന്ന ഭാഗം നോർത്തായിട്ടും വിചാരിക്കുക. അപ്പോൾ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് ഇപ്പോൾ വൈദ്യുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നേരെ ഈ കണ്ടക്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടക്ടറിലൂടെ വൈദ്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മാഗ്നറ്റിക് നീഡിലെടുത്തു. മാഗ്നറ്റിക് നീഡിലായിട്ട് ഞാൻ ഈ സെക്കൻഡ് സ്കെച്ചാണ് എടുത്തിരിക്കുന്നത്. ഈ സ്കെച്ചിൻ്റെ ടോപ്പാണ് നോർത്ത് പോളായിട്ട് ഞാൻ കാണിക്കുന്നത്. സ്കെച്ചിൻ്റെ ടോപ്പാണ് ഞാൻ നോർത്ത് പോളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുന്നത്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുന്നത്. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടിഭാഗത്തായിട്ട് ഈ മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വ്യക്തമാവേണ്ടത് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗം നോർത്തും ഞാൻ നിൽക്കുന്ന ഭാഗം സൗത്തും ആണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആയിരിക്കും, എൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, എൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റും എൻ്റെ റൈറ്റ് സൈഡ് ഈസ്റ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫ്ലക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതും വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. കണ്ട, ഇതും വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾക്ക് കാണാം, ഇതും വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതും വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാണുന്ന ഡയറക്ഷൻ ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ തിരിയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് ഇപ്പോൾ വെസ്റ്റിലോട്ടാണ് തിരിയുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ടാണ് എനിക്ക് കാണാം. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ടാണ് എനിക്കത് കാണാം. ഓക്കെ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എതിഘടികാര ദിശ, അതായത് ഇങ്ങനെയാണ് അത് കറങ്ങുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ. ഇനി ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. ഇപ്പം നിങ്ങളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് എൻ്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് അല്ല, വൈദ്യുതി എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വൈദ്യുതി ചലിക്കുന്ന ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏറോ മാർക്ക് നോക്കിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. വൈദ്യുതി ഇപ്പോൾ നോർത്തിൽ നിന്നും, അതായത് നിങ്ങളിൽ നിന്നും സൗത്ത് ഭാഗം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാഗ്നറ്റിക് നീഡിൽ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എൻ്റെ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് തിരിയും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് തിരിയും. ഓക്കെ, അതായത് ഗിയർ തട്ടി പൽചക്രം തിരിയണ പോലെ ഇതിങ്ങനെ തിരിയും. ഇപ്പോൾ തിരിയുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ തിരിയുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതായത് മാഗ്നറ്റിക് നീഡിൽ തിരിഞ്ഞത് ഈസ്റ്റിലോട്ടാണ്.
മാഗ്നറ്റിക് നീഡിൽ തിരിഞ്ഞത് ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കണ്ടീഷനാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത് നാലാമതായി പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷൻ നോക്കാം. അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കറണ്ടിൻ്റെ, അതായത് ചാലകത്തിലുള്ള വൈദ്യുതപ്രവാഹം എന്ന് പറയുന്നത് സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. അപ്പം നമുക്കറിയാം ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ടീഷനിലെ മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുന്നത് മുകൾ ഭാഗത്തായിട്ടാണ്. കണ്ടക്ടറിന് മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുന്നത്. അപ്പം മുകൾ ഭാഗത്തായിട്ട് മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ ഡയറക്ഷനനുസരിച്ച് എന്ത് ചെയ്യും, മാഗ്നറ്റിക് നീഡിലും തിരിയും. അപ്പോൾ ഈ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് നീഡിൽ തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ നിൽക്കുന്ന ഭാഗം സൗത്ത്, നിങ്ങൾ നിൽക്കുന്ന ഭാഗം നോർത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ തിരിഞ്ഞത് ഈസ്റ്റിലോട്ടാണ്. മാഗ്നറ്റിക് നീഡിൽ തിരിഞ്ഞത് ഈസ്റ്റിലോട്ടാണ്. അപ്പം മുകളിൽ നിന്ന് നോക്കിയെന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം മാഗ്നറ്റിക് നീഡിൽ തിരിയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മാഗ്നറ്റിക് നീഡിൽ തിരിയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി വൈദ്യുതി നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മുകളിലായിട്ട് ഞാൻ മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലായിട്ട് ഞാൻ മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാന്തസൂചി ഇപ്പം എന്ത് സംഭവിക്കും, ഈ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് വെസ്റ്റിലോട്ടാണ് ഇപ്പോൾ തിരിയുന്നത്. ഈ കാന്തസൂചിക്ക് അനുസരിച്ച് ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോള് വെസ്റ്റിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ വെസ്റ്റിലേക്ക് തിരിയുമ്പോൾ എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇപ്പോൾ തിരിയുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് തിരിയുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് തിരിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വലം പിരി സ്ക്രൂ നിയമം അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഈസ്റ്ററിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, നമ്മൾ ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ 4 കണ്ടീഷനും റിസൾട്ടും ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ സഹായം കൊണ്ടും അതുപോലെ തന്നെ വലംപിരി സ്ക്രൂ നിയമത്തിൻ്റെ സഹായം കൊണ്ടും പഠിച്ചു. ഇനി അതിൻ്റെ റിസൾട്ടും കണ്ടീഷൻസും പഠിക്കാൻ മറ്റൊരു നിയമം നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. അതാണ് ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ, ആംബിയറിൻ്റെ നീന്തൽ നിയമം. ഓക്കെ, ഈ നിയമം നമുക്ക് 10ാം ക്ലാസ്സിലെ സിലബസ് അനുസരിച്ച് പഠിക്കാനില്ലെങ്കിലും നമുക്ക് ഈ നിയമത്തിൽ എന്താ പറയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിയമം പറഞ്ഞത് ഇത്രയാണ്. ഓക്കെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയിൽ ഒരാൾ നീന്തുകയാണ് എന്ന് വിചാരിക്കാം. അയാൾ നീന്തുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലിനെ നോക്കിക്കൊണ്ടാണ് നീന്തുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടത് കൈയുടെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഇതാണ് ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂള് പറയുന്നത്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് നമുക്ക് 4 കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടക്ടറിലുള്ള വൈദ്യുതപ്രവാഹം സൂചിപ്പിക്കുന്നത് സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. അതായത് അദ്ദേഹം നീന്തുന്നത് സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. അദ്ദേഹം കമഴ്ന്ന് കയറുന്ന നോർമൽ സ്വിമ്മിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാന്തസൂചിയെ നോക്കിക്കൊണ്ട് നോർമൽ സ്വിമ്മിംഗ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം, കാന്തസൂചി അദ്ദേഹത്തിന്റെ അടിയിലാണ്. അതായത് കണ്ടക്ടർ കാന്തസൂചിക്ക് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടക്ടർ കാന്തസൂചിക്ക് മുകളിലായിട്ട് അദ്ദേഹം സൗത്തിൽ നിന്നും നോർത്തിലേക്ക് നീന്തുമ്പോൾ, അതായത് കറണ്ട് സൗത്തിൽ നിന്നും നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിലാണ്. അപ്പൊ മാഗ്നറ്റിക് നീഡില് നോർത്തിൽ നിന്നും വെസ്റ്റിലോട്ട് തിരിയും. മാഗ്നറ്റിക് നീഡിൽ നോർത്തിൽ നിന്നും വെസ്റ്റിലോട്ട് തിരിയും. നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് തിരിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലായിരിക്കും മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് കടക്കാം. രണ്ടാമത്തെ കണ്ടീഷനിൽ അദ്ദേഹം കമഴ്ന്ന് കയറുന്ന മാഗ്നറ്റിക് നീഡിലിനെ നോക്കിക്കൊണ്ടാണ് നീന്തുന്നത്. അപ്പോഴും മനസ്സിലാക്കാം മാഗ്നറ്റിക് നീഡില് കണ്ടക്ടറിന് താഴെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഡയറക്ഷൻ, വൈദ്യുതി പ്രവഹിക്കുന്ന ഡയറക്ഷൻ ഇവിടെ നോർത്തിൽ നിന്നും സൗത്തിലോട്ടാണെന്നും നമുക്ക് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിൽ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നോർത്തിലുള്ള മാഗ്നറ്റിക് നീഡിൽ ഈസ്റ്റ് സൈഡിലേക്ക് തിരിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് നീഡിൽ നിന്നുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും.
ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് കടക്കാം. മൂന്നാമത്തെ കണ്ടീഷനിൽ അദ്ദേഹം നീന്തുന്നത് സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. അതായത് കണ്ടക്ടറിലുള്ള വൈദ്യുത പ്രവാഹം സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. ഓക്കെ, അദ്ദേഹം മലർന്നു കിടന്നുകൊണ്ടാണ് നീന്തുന്നത്. അതായത് ബാക്ക്വേർഡ് സ്വിമ്മിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്ക്വേർഡ് സ്വിമ്മിംഗ് നടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകാം. മാഗ്നറ്റ് നീഡിൽ നോക്കിക്കൊണ്ട് നീന്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കണ്ടക്ടർ മാഗ്നറ്റ് നീഡിലിന് താഴെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കണ്ടക്ടർ മാഗ്നറ്റ് നീഡിലിന് താഴെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റ് നീഡിൽ നോർത്ത് നിന്നും ഈസ്റ്റിലേക്ക് തിരിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് നാലാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് കടക്കാം. നാലാമത്തെ കണ്ടീഷൻ റിസൾട്ടിൽ നമുക്ക് നോക്കാം. ഇദ്ദേഹം മലർന്നു കയറുന്ന കാന്തസൂചിയെ നോക്കിക്കൊണ്ട് നീന്തുന്നു. അതായത് ബാക്ക്വേർഡ് സ്വിമ്മിംഗ് ആണ് ഇവിടെയും നടക്കുന്നത്. ഇപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കണ്ടക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റ് നീഡിലിന് താഴെയാണ്. അതായത് മാഗ്നറ്റ് നീഡ് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നിമിഷം അദ്ദേഹത്തിന്റെ ഇടത് കൈ വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് നിന്നും സൗത്തിലേക്കാണ്. കാരണം അദ്ദേഹം നീന്തുന്നതും നോർത്ത് നിന്നും സൗത്തിലോട്ടാണ്. അപ്പോൾ നോർത്ത് പോൾ, മാഗ്നറ്റ് നീഡിലിന്റെ നോർത്ത് പോളിൽ നിന്നും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെസ്റ്റിലേക്ക് തിരിയുമ്പോൾ ഇവിടെ മാഗ്നറ്റ് നീഡിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് അപ്രദക്ഷിണ ദിശയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആംബിയന്റ് സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ച് ഒരു ചാലകത്തിലൂടെയുള്ള ഒരു കണ്ടക്ടറിലൂടെയുള്ള വൈദ്യുത പ്രവാഹവും മാഗ്നറ്റ് നീഡിന്റെ ഡയറക്ഷനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 36 കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ വലം പിരി സ്ക്രൂ, ഈ നിയമങ്ങൾ ഒന്നും കൂടി നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ഫിഗറാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഒരു ചാലകം ഒരു കാർഡ്ബോർഡിലൂടെ നമ്മൾ റെക്ടാംഗിൾ ഷേപ്പിലാണ്, ഏകദേശം റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന ചാലകത്തിലൂടെ ABCD എന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ഷൻ ഏകദേശം കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അനുസരിച്ച് A ടു B, B ടു C, C ടു D, D ടു നെഗറ്റീവ് ടെർമിനൽ, ഇങ്ങനെയായിരിക്കും വൈദ്യുത പ്രവാഹം ഉണ്ടാകുക. അപ്പം അങ്ങനെയാണെങ്കിൽ AB എന്ന ചാലകം കടന്നു പോകുന്ന X എന്ന ബിന്ദുവിൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ CD എന്ന ചാലകം കടന്നു പോകുന്ന കാർഡ്ബോർഡിലെ Y എന്ന ഭാഗത്തെ കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മൾ ഈ രണ്ട് നിയമങ്ങൾ ഉപയോഗിച്ച് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മോഡൽ വീണ്ടും നമ്മൾ എടുക്കാണ്. ഓക്കെ, ഈ മോഡൽ നോക്കി നിങ്ങൾക്കറിയാം. ഈ മോഡൽ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ചിത്രത്തിലെ A നിന്ന് Bയിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയാണ് ഈ മോഡലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി പ്രവാഹം സംഭവിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്നും കൂടി മനസ്സിലാവാൻ ഇന്നലത്തെ മറ്റൊരു മോഡലിന്റെ സഹായത്തോടു കൂടി പഠിക്കാം. ഏകദേശം ഈ ഒരു മോഡലിലായിരിക്കും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാർഡ്ബോർഡിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വരയ്ക്കപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറഞ്ഞത് ഏകദേശം ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ CD എന്ന ചാലകം എടുത്തു നോക്കാം. CD എന്ന ചാലകത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഏകദേശം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വൈദ്യുത പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ പറയുമ്പോൾ C നിന്ന് Dയിലേക്കാണ് അവിടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. അപ്പോൾ Y എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ മോഡലിന്റെ സഹായത്തോടും കൂടി അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ Y എന്ന ഡയറക്ഷൻ ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ
ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ ഏകദേശം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടിയത്? ഇത് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് ഉപയോഗിച്ചു. അതായത് ഒരു ചാലകം നമ്മുടെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ തമ്പ് എന്ന് കാണിക്കുന്നത് ആ ചാലകത്തിലുള്ള വൈദ്യുതപ്രവാഹ ദിശയാണെങ്കിൽ മറ്റുള്ള വിരലുകളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ AB എന്ന ചാലകത്തിൽ മുകളിലോട്ടാണ് വൈദ്യുതപ്രവാഹമെങ്കിൽ അവിടെ മറ്റു വിരലുകളുടെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന് സൂചിപ്പിക്കുമ്പോൾ അത് അപ്രദക്ഷിണ ദിശയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇനി CD എന്ന ചാലകം, ചിത്രത്തിൽ കാണിച്ചുള്ള CD എന്ന ചാലകം എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഇപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമുഖമായിട്ട് ഈ ഡയറക്ഷൻ കാണുമ്പോൾ അറിയാം എൻ്റെ മറ്റു വിരലുകളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ഷമിക്കണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇവിടെ എൻ്റെ മറ്റു വിരലുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് പ്രദക്ഷിണ ദിശ, അതായത് ഘടികാര ദിശയിലാണ് വൈദ്യുതപ്രവാഹം കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ മോഡലിൽ വെച്ചപ്പോൾ AB എന്ന ചാലകത്തിലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും CD എന്ന ഡയറക്ഷൻ കാണിച്ചപ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനും കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ചിത്രമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന ശരിയായ ഒരു പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് പേജ് നമ്പർ 37 കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളടുത്ത് വിശകലനം ചെയ്യാൻ പോണത്. ആ പേജ് നമ്പർ 7 കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റ് എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ചാലകം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ചാലകമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചാലകം വളഞ്ഞിട്ടുള്ള ഒരു ചാലകമാണ്. അപ്പോൾ ഈ വളഞ്ഞിട്ടുള്ള ചാലകത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളെ പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് പോലെ C എന്നൊരു പോയിന്റും A എന്ന പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടിൽ കൂടിയുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, C എന്ന പോയിന്റിലെ കാന്തിക മണ്ഡലത്തെ ദിശ നിങ്ങൾക്ക് നോക്കി അറിയാം, ഞാൻ ചിത്രം കണ്ട് നോക്കി അറിയാം. ഏകദേശം സംഭവിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ A എന്ന പോയിന്റിലെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം വരണം എങ്ങനെയാണ്, ഈ ചാലകത്തിലൂടെയുള്ള വളഞ്ഞിട്ടുള്ള ചാലകത്തിലൂടെയുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? കാന്തിക മണ്ഡലത്തിന്റെ ദിശയല്ല, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? അപ്പോൾ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയായിരിക്കും നമുക്ക് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരത്തക്ക രീതിയിൽ എൻ്റെ മറ്റു വിരലുകൾ പിടിച്ചു കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ് വരുന്നത്. C എന്ന പോയിന്റിലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മറ്റു വിരലുകളെ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തമ്പിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വൈദ്യുതി മുകളിലോട്ടാണ് പോകുന്നത് നമ്മളപ്പോൾ മനസ്സിലാക്കി. ഇനി A എന്ന പോയിന്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, വിരലുകൾ പിടിക്കേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ തമ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ വിരലുകൾ പിടിക്കുമ്പോൾ എൻ്റെ തമ്പിന്റെ ഡയറക്ഷൻ വരുന്നത് താഴോട്ടേക്കാണ് വരുന്നത്. അതായത് പ്രദക്ഷിണ ദിശയിലാണ് ഇവിടെ പിടിക്കേണ്ട, പ്രദക്ഷിണ ദിശയിൽ പിടിക്കുമ്പോൾ താഴോട്ടാണ് എൻ്റെ വിരലിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ അപ്പ് ഡയറക്ഷനിലും ഇവിടെ ഡൗൺ ഡയറക്ഷൻ, ഇവിടെ മുകളിലോട്ടും ഇവിടെ താഴോട്ടും. ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് ഈ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഈ ചാലകത്തിലുള്ള വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ഏകദേശം ഇതിങ്ങനെയായിരിക്കും. അപ്പോൾ അത് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പൈപ്പിന്റെ സഹായത്തോടുകൂടി ഞാൻ ദിശ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ചാലകത്തിലൂടെയുള്ള ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം. അടുത്ത് നമ്മുടെ പേജ് നമ്പർ 37 കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലങ്ങളെ എന്തൊക്കെ ഫാക്ടറുകളാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തു. കാർഡ്ബോർഡിൽ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചു. നോർത്ത് ഡയറക്ഷൻ നോർത്തിലേക്കും സൗത്തിലേക്കും നീട്ടിപ്പിടിച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് നോർത്ത് ലൈന് ബൈസെക്ട് ചെയ്തുകൊണ്ട് കൃത്യം മധ്യഭാഗത്തോടുകൂടി മറ്റൊരു ലൈൻ വരച്ചു. അതിന് ഈ ഭാഗം വെസ്റ്റ് എന്ന് അടയാളപ്പെടുത്തി അത് വെസ്റ്റിലേക്കും, ഈ ഭാഗം ഈസ്റ്റ് എന്ന് അടയാളപ്പെടുത്തി അത് കിഴക്കോട്ടും ഞാൻ തിരിച്ചു വെച്ചു, കാർഡ്ബോർഡ് തിരിച്ചു വെച്ചു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കാർഡ്ബോർഡിന് മുകളിൽ കൂടിയായിട്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഈ കാർഡ്ബോർഡിന് മുകളിൽ കൂടിയായിട്ട് ഒരു ചാലകം ചിത്രത്തിൽ കാണുന്നത് പോലെ വളച്ചു വെച്ചു. അതായത് ഇതാണ് കാർഡ്ബോർഡ് എന്ന് ഉദ്ദേശിക്കുക. ഇതേപോലെ ഞാൻ വളച്ചു വെച്ചു. ഓക്കെ, ഇതാണ് കാർഡ്ബോർഡ് എങ്കിൽ ഇതേപോലെ ഞാൻ ഒരു ചാലകം സൗത്തിൽ നിന്നും നോർത്ത് ഡയറക്ഷനിലേക്ക് വളച്ചു വെച്ചു. അതിനുശേഷം ഞാൻ ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചു. ഏത് ഡയറക്ഷനിലാണ് വൈദ്യുതി പ്രവഹിപ്പിച്ചത്? സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് ഞാൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് നീഡിൽ എടുത്തു, അതായത് ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്തു. ഈ കോമ്പസ് എടുത്ത് ഞാൻ കൃത്യം ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് വെച്ചു. ആ വയ്ക്കുമ്പോൾ മാഗ്നറ്റ് നീഡിലിന് ഭയങ്കര ഡിഫ്ലക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഡിഫ്ലക്ഷൻ. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് നീഡിലിനെ ആദ്യം വെസ്റ്റ് സൈഡിലേക്ക് നീക്കി കൊണ്ടുപോയി. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നിന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഭാഗം മാർക്ക് ചെയ്തു. ആ ഭാഗം ഞാൻ ഇപ്പോൾ തൽക്കാലം പേരിട്ട് കൊടുക്കുന്നു, എ എന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സെന്ററിൽ നിന്നും മാഗ്നറ്റ് നീഡില് വെച്ചിട്ട് ഈസ്റ്റിലോട്ടേക്ക് നീക്കിക്കൊണ്ടുപോയി. ഏകദേശം സെന്ററിൽ നിന്ന് എയിലേക്ക് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം ബി മറ്റൊരു സൈഡ് ഈസ്റ്റിലേക്ക് എത്തിയപ്പോൾ അവിടെ മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നിന്നു. ഓക്കെ, അങ്ങനെ 2 പോയിന്റ് എനിക്ക് കിട്ടി, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും. സെൻട്രൽ പോയിന്റ് നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും മാഗ്നറ്റ് നീഡിൽ മൂവ് ചെയ്തപ്പോൾ നിന്നത്? അതായത് എ എന്ന പോയിന്റ് എത്തിയപ്പോഴും ബി എന്ന പോയിന്റ് എത്തിയപ്പോഴും ഈ ചാലകത്തിലൂടെയുള്ള കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീന ശക്തി ഇല്ലാത്ത മേഖല ആയതുകൊണ്ടാണ് അവിടെ എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും മാഗ്നറ്റ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാതിരുന്നത്, അതായത് വിഭ്രംശിക്കാതിരുന്നത്. അടുത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലകത്തിലൂടെ മറ്റൊരു ചാലകം കൂടി പിടിപ്പിച്ചു, അതായത് ചാലകത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അതായത് ഇപ്പൊ ഒരു ചാലകം ഉള്ളതിന് പകരം ഞാൻ 2-3 ചാലകം കൂടി ഇതിനോടൊപ്പം തന്നെ ഘടിപ്പിച്ചു. എന്നിട്ട് അതിലൂടെയെല്ലാം വൈദ്യുതി കടത്തിവിട്ടു. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വൈദ്യുതി കണക്ഷൻ, സെയിം വൈദ്യുതി കണക്ഷൻ തന്നെ കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ മാഗ്നറ്റ് നീഡിൽ എ എന്ന പോയിന്റിലെത്തി. പക്ഷെ ഈ പ്രാവശ്യം എ എന്ന പോയിന്റിലെത്തിയപ്പോൾ ഡിഫ്ലക്ഷന് ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. വീണ്ടും എനിക്ക് അല്പം കൂടി നീക്കേണ്ടതായിട്ട് വന്നു. ഏകദേശം ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് എനിക്ക് മാഗ്നറ്റ് നീഡിന്റെ ഡിഫ്ലക്ഷൻ നിന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അടുത്ത് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്നു. മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷന് ഒരു വ്യത്യാസവുമില്ല. മെല്ലെ മെല്ലെ നീക്കി ഏകദേശം ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നിന്നത്. ഞാൻ അത് ഏകദേശം ഡി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ എന്താണ് ഇപ്പോൾ എയിലും ബിയിലും വെച്ച് വിഭ്രംശം നിൽക്കാതിരുന്നത്? കാരണം ഇത്രേ ഉള്ളൂ, കണ്ടക്ടറുടെ എണ്ണം കൂടിയപ്പോൾ, ചാലകങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആ ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടി. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടിയപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൂരം, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നമ്മൾ പഠിച്ചു. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൂരവും കൂടി. അതുകൊണ്ടാണ് എയിലും ബിയിലും വെച്ചപ്പോൾ എൻ്റെ കാന്തസൂചി വിഭ്രംശം നിൽക്കാതെ വന്നതും സിയും ഡി എത്തിയപ്പോൾ മാത്രം അതിൻ്റെ വിഭ്രംശം നിന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു ചാലകത്തിന്റെ എണ്ണം വർദ്ധിക്കും തോറും, വൈദ്യുതി ചാലകങ്ങളുടെ എണ്ണം വർദ്ധിക്കും തോറും കാന്തിക മണ്ഡലം കൂടുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയത്. അടുത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് റിയോസ്റ്റാറ്റിന്റെ സഹായത്തോടു കൂടി ഞാൻ എന്താ വെച്ചാൽ ഈ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം അല്പം കൂട്ടി. ചാലകത്തിലുള്ള വൈദ്യുത പ്രവാഹം കൂട്ടി വീണ്ടും ഞാൻ എൻ്റെ മാഗ്നറ്റ് നീഡിലെ സെൻട്രൽ പോയിന്റിൽ നിന്നും എയിൽ വെച്ചു വിഭ്രംശം നിൽക്കില്ല. അത് കഴിഞ്ഞ് സിയിലേക്ക് കൊണ്ടുപോയി, സിയിൽ കൊണ്ടുപോയപ്പോൾ നിന്നില്ല. കുറച്ചും കൂടി അകലെ പോയപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് മാഗ്നറ്റ് നീഡിലിന്റെ വിഭ്രംശം നിന്നത്. ഓക്കെ, ആ പോയിന്റ് ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഈസ്റ്റിലേക്ക് നമ്മുടെ മാഗ്നറ്റ് നീഡിലിനെ കൊണ്ടുവന്നു. ഈസ്റ്റിലേക്ക് മാഗ്നറ്റ് നീഡിലിനെ കൊണ്ടുവന്നപ്പോൾ ഡിയിലെത്തിയപ്പോഴും മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നിൽക്കുന്നില്ല. കുറച്ചും കൂടി അകലെ എത്തിയപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് മാഗ്നറ്റ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നിന്ന്. അതിന് ഞാൻ എഫ് എന്ന് പേരിട്ട് കൊടുത്തു.
അപ്പൊ എന്താ ഇവിടെ ഒന്നും കൂടി കുറച്ചും കൂടി അകലം കൂടി ചെന്നപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിഫ്ലക്ഷൻ നിന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിന് കാരണം ഇത്രയുള്ളൂ, ഈ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കൂട്ടിയപ്പോൾ വീണ്ടും ഈ ചാലകത്തിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടി. അതുകൊണ്ട് സിയിലും ഡിയിലും വെച്ചപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിക് വിഭ്രംശം നിർത്താൻ സാധിച്ചില്ല. കുറച്ചും കൂടി അകലെയുള്ള ഇ എന്ന പോയിന്റിലും എഫ് എന്ന പോയിന്റിലും വെച്ചപ്പോഴാണ് ഈ മാഗ്നറ്റിക് നീഡിലുള്ള വിഭ്രംശം നിന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രണ്ടാമതൊരു നിഗമനം പഠിക്കുന്നു. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂട്ടാൻ സാധിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അധികം കാന്തിക മണ്ഡലം കൂട്ടുവാൻ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ചാലകങ്ങളുടെ എണ്ണം കൂട്ടാം. രണ്ട്, ആ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കൂട്ടാം. ഒന്ന്, നമ്പർ ഓഫ് കണ്ടക്ടറുകളുടെ എണ്ണം കൂട്ടാം. രണ്ട്, ഇന്റൻസിറ്റി ഓഫ് കറന്റ് കൂട്ടാം. ഇത് രണ്ടും കൂട്ടുമ്പോൾ ആ ചാലകത്തിനും ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് കൂടുന്നു. ഇതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ഒരൊറ്റ ചാലകം വെച്ച് ചെറിയ വൈദ്യുതി വെച്ചുമ്പോൾ ചെറിയ വട്ടമാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചാലകത്തിന്റെ എണ്ണം കൂട്ടിയപ്പോൾ കുറച്ചും കൂടി വലിയ വട്ടമായിരിക്കും വരാം. ഓക്കെ, അതുകൊണ്ടാണ് എയും പിയിലും നിൽക്കാണ്ട് സിയും ഡിയിലും നിന്നത്. അത് കഴിഞ്ഞ് ഞാൻ വൈദ്യുത പ്രവാഹം കൂട്ടിയപ്പോൾ ഇത്രയും കൂടി വലിയ വട്ടത്തിലാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സിയിലും ഡിയിലും വിഭ്രംശം നിൽക്കാതെ ഇയിലും എഫിലും വിഭ്രംശം നിന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് പഠിക്കുന്നത്. ഇതിൽ നിന്ന് പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ അതിന്റെ കാന്തിക മണ്ഡലം നമുക്ക് രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്ന്, ചാലകങ്ങളുടെ എണ്ണം കൂട്ടി, അതായത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂട്ടി. രണ്ട്, ചാലകത്തിലുള്ള വൈദ്യുത പ്രവാഹം കൂട്ടി, അതായത് ഇന്റൻസിറ്റി ഓഫ് കറന്റും കൂട്ടിയും നമുക്ക് അതിലുള്ള കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ പഠിക്കുന്നത്. അപ്പം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഉപകാരമാവുന്ന വിധത്തിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.